UAE ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. UAEയിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. UAEയിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. അടുത്ത 2 ദിവസങ്ങളിലായി UAEയുടെ ചില ഭാഗങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. നിലവിൽ UAEയിൽ വേനൽക്കാലമാണെങ്കിലും കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ചില പ്രദേശങ്ങളിൽ രാവിലെ കനത്ത മൂടൽമഞ്ഞാണെങ്കിൽ ഉച്ചയോടെ താപനില 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായാണ് രേഖപ്പെടുത്തുന്നത്. കൂടാതെ വൈകുന്നേരത്തോടെ ശക്തമായ പൊടിക്കാറ്റും മഴയ്ക്കും ഉണ്ടായതായും കാലാവസ്ഥാ അധികൃതർ വ്യക്തമാക്കി. ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സാധാരണ ജനജീവിതത്തെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നിലവിൽ അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് മഴയ്ക്ക് കാരണം എന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. അറബിക്കടലിൽ നിന്നും ഒമാൻ കടലിൽ നിന്നും ഈർപ്പമുള്ള കാറ്റ് UAEയിലേക്ക് വീശാൻ സാധ്യതയുള്ളതായും NCM മെറ്റ് അതോറിറ്റിയും അറിയിച്ചു. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ തുറന്ന സ്ഥലങ്ങളിലും മരങ്ങളുടെ താഴെയും നിൽക്കുന്നത് ഒഴിവാക്കണമെന്നും ഇടിമിന്നലിന്റെ സാധ്യത കണക്കിലെടുത്ത് മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങിയ ഉപകരണങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്നും ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും ഓർമ്മിപ്പിച്ചു. അതേസമയം കഴിഞ്ഞ വർഷങ്ങളിലെ വെള്ളപ്പൊക്കം കണക്കിലെടുത്തുകൊണ്ട് കനത്ത മഴ കാരണം പ്രളയ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അറിയിച്ചു. വെള്ളം കയറും എന്ന് ഉറപ്പായാൽ ആ സ്ഥലങ്ങളിൽ നിന്നും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറാനും അധികൃതർ നിർദ്ദേശം നൽകി. കൂടാതെ ദുരന്ത നിവാരണ സേനയും മറ്റ് സർക്കാർ സംവിധാനങ്ങളും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി പ്രത്യേക സംഘങ്ങളെയും സജ്ജമാക്കി. തെക്ക് കിഴക്ക് ദിശയിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് മിതമായ വേഗത്തിൽ കാറ്റും വീശിയേക്കാം. ചില സമയങ്ങളിൽ കാറ്റിന്റെ വേഗത വർദ്ധിക്കുമെന്നും അറിയിപ്പുണ്ട്. ഇത് പൊടിയും മണലും കലർന്ന കാറ്റിന് കാരണമാകുമെന്നതിനാൽ വാഹനമോടിക്കുമ്പോൾ ഡ്രൈവർമാർ ശ്രദ്ധിക്കണമെന്നും കാഴ്ച മങ്ങുന്നതിന് കാരണമാകുന്നുണ്ടെങ്കിൽ വാഹനം നിർത്തി ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ട് യാത്ര തുടരേണ്ടതാണെന്നും കൂട്ടിച്ചേർത്തു. UAEയിലെ മാലിക് എക്സ്ചേഞ്ചിന് സെൻട്രൽ ബാങ്ക് കനത്ത പിഴ ചുമത്തി. കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമങ്ങൾ ലംഘിച്ചതിനാണ് 2 മില്യൺ ദിർഹം പിഴ ചുമത്തിയത്. UAEയിലെ മുഴുവൻ സാമ്പത്തിക സ്ഥാപനങ്ങളും ഉയർന്ന നിലവാരത്തിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള സെൻട്രൽ ബാങ്കിന്റെ കർശനമായ നടപടികളുടെ ഭാഗമായാണ് ഈ നീക്കം. UAEയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദത്തിന് ധനസഹായം നൽകൽ തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിയമങ്ങളും വ്യവസ്ഥകളുമുണ്ട്. 2018 ഫെഡറൽ ഡിഗ്രി നിയമം നമ്പർ 20 ആർട്ടിക്കിൾ 14 അനുസരിച്ച് നിയമം ലംഘിക്കുന്നവർക്ക് കർശന നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.